പെരിയയിലെ കുടുംബാരോഗ്യ കേന്ദ്രം ശോചനീയാവസ്ഥയിലാണെന്ന പരാതി പരിഗണിച്ച് കെ നീലകണ്ഠൻ എം.എൽ.എ ആശുപത്രിയിൽ സന്ദർശനം നടത്തി. സ്ഥിതിഗതികൾ വിലയിരുത്തിയ എം.എൽ.എ ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ യോഗവും വിളിച്ചു ചേർത്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഷോഭിക വെഡിങ്സ്, ബിഗ് മോൾ, കാഞ്ഞങ്ങാട്, കോഴിക്കോട്, കൊയിലാണ്ടി ആൻഡ് കുറ്റ്യാടി. നിരവധി നൂറുകണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന പെരിയയിലെ കുടുംബാരോഗ്യ കേന്ദ്രം കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഇവിടുത്തെ പഴയ OP ബ്ലോക്ക് കെട്ടിടം അപകടാവസ്ഥയിലായതാണ് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഈ കെട്ടിടത്തിലാണ് PRO, പബ്ലിക് ഹെൽത്ത് വിംഗ്, ദന്തൽ യൂണിറ്റ്, ഒപ്റ്റോമെട്രിക്, എക്സ്റേ യൂണിറ്റ്, സെക്കൻഡറി പാലിയേറ്റീവ് യൂണിറ്റ് എന്നിവയെല്ലാം പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ കെട്ടിടം സുരക്ഷിതമല്ലെന്ന കാരണത്താൽ ഇതെല്ലാം ഇവിടെ നിന്നും മാറ്റിയിരിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് നൽകിയതിനെ തുടർന്നാണിത്. ഈ ബ്ലോക്കിൽ തന്നെയാണ് മെഡിക്കൽ ഓഫീസറുടെ ചേംബറും ഓഫീസും പ്രവർത്തിക്കുന്നത്. ഇതും സുരക്ഷിതമല്ലെന്നാണ് റിപ്പോർട്ട്. മാത്രമല്ല, ദേശീയപാതയ്ക്ക് സമീപമുള്ള സ്റ്റാഫ് ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങളും സുരക്ഷിതമല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇവിടെയും അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്. പ്രതിമാസം 15,000-ഓളം രോഗികളാണ് ഈ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നത്. രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് ജീവനക്കാർ ഇല്ലാത്തതും ഇവിടെ നിലവിലുള്ളവർക്ക് കടുത്ത ജോലിഭാരമുണ്ടാക്കുന്നു. 48 ജീവനക്കാരുടെ തസ്തികയാണ് ഇവിടെയുള്ളത്. എന്നാൽ ഈ സ്ഥാനത്ത് 38 ജീവനക്കാരുടെ സേവനം മാത്രമേ ഇപ്പോഴിവിടെയുള്ളൂ. 34 അധിക തസ്തിക കൂടി അനുവദിക്കണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം. ഇങ്ങനെയെല്ലാമുള്ള പരാതികളും ആവശ്യങ്ങളും പരിഗണിച്ചാണ് മണ്ഡലം MLA കെ നീലകണ്ഠൻ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ നേരിൽ കണ്ടറിയാനായി സന്ദർശനം നടത്തിയത്. സ്ഥിതിഗതികളെല്ലാം കണ്ടും ചോദിച്ചും വിലയിരുത്തിയ MLA ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ യോഗവും വിളിച്ചു ചേർത്തു. കെട്ടിടത്തിൻ്റെ അപകടാവസ്ഥ കാരണം പ്രവർത്തനം നിർത്തിവെച്ച എക്സ്റേ യൂണിറ്റ് പുനഃസ്ഥാപിക്കാനായി തൻ്റെ ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കുമെന്ന് MLA യോഗത്തെ അറിയിച്ചു. ആശുപത്രിക്ക് വാഹനമില്ലാത്ത സാഹചര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അതിനോടും അനുഭവപൂർവ്വമാണ് MLA പ്രതികരിച്ചത്. ആശുപത്രിയുടെ ആവശ്യങ്ങളും പ്രതിസന്ധികളും അടുത്ത ദിവസം തന്നെ ആരോഗ്യമന്ത്രിയെ അറിയിക്കുമെന്നും MLA ഉറപ്പു നൽകി. അതിനുവേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തെ ഞാൻ മുന്നിട്ടിറങ്ങും. അതിനകത്ത് തർക്കം വേണ്ട. ഇവിടുത്തെ എല്ലാവർക്കും സൗകര്യപ്രദമായ രൂപത്തിൽ ഈ ഹോസ്പിറ്റലിനെ ഉപയോഗിക്കുവാൻ പറ്റുന്ന രൂപത്തിൽ ആവശ്യമായ ഡോക്ടർമാരുടെ കാര്യമൊക്കെ മന്ത്രിയോട് സംസാരിച്ച വിഷയമാണ്. അദ്ദേഹം പറഞ്ഞു PSC മുഖാന്തരം എത്രയും പെട്ടെന്ന് അധികരിച്ചെടുക്കാൻ സംഭവിച്ചതാണ്. പലപ്പോഴും ഡോക്ടർമാർ ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ സമരമുണ്ട്. ഞാനിവിടെ സമരത്തിന് വന്ന് 2 മാസമാരും ഈ 2 മാസത്തിനുള്ള അത്ഭുത വിദ്യകളൊന്നും കാണാൻ സാധിക്കില്ല. അപ്പോൾ ഏതായാലും ഘട്ടഘട്ടമായി അത്യാവശ്യം ഇവിടെ വേണ്ടത് നമുക്കറിയാം. എക്സ്റേ സ്ഥാപിക്കണമെന്ന് കെട്ടിടമാണ്. അതാണ് ഇപ്പൊ മെഡിക്കൽ അതേതായാലും ഞങ്ങളൊന്ന് ആലോചിച്ചുകൊണ്ട് MLA ഫണ്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നൽകാനുള്ള തീരുമാനം എന്റെ മനസ്സിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിശദമായ നിവേദനം സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജയശ്രീ മാധവൻ MLAക്ക് കൈമാറി. സ്ഥിരം സമിതി ചെയർമാനായ PK മഞ്ജുഷ, പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK ബാബുരാജ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KR കാർത്തികേയൻ, സിന്ധു പത്മനാഭൻ, T രാമകൃഷ്ണൻ, പ്രമോദ് പെരിയ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പെരിയ.